നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. നാട് നാട്ടംഗത്തിന്റെ ആവേശത്തിൽ. പലയിടത്തും വിമതർ പത്രികകൾ പിൻവലിക്കാത്തത് നേതൃത്വത്തിന് തലവേദനയാകുന്നു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച. ആയിരങ്ങൾ പങ്കെടുക്കേണ്ട 2 വിശേഷ ചടങ്ങുകളും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ നടക്കുന്നത് ചടങ്ങ് മാത്രമായി. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിലുണ്ടായ SDPI DYFI സംഘർഷം. 2 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. മറ്റു പ്രതികൾക്കായി ഊർജിത അന്വേഷണം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 3757 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ 20 പേർക്ക് കോവിഡ്. വിശദമായ വാർത്തയിലേക്ക്. തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 3757 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. 3272 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 5425 പേർ രോഗമുക്തി നേടി. 22 മരണങ്ങളാണ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തത്. തൃശൂരിൽ 278 പേർക്കും പാലക്കാട് 331 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തിങ്കളാഴ്ച നടത്തിയ പരിശോധനയിൽ 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് നഗരസഭാ പരിധിയിൽ 14 പേർക്ക് രോഗബാധ കണ്ടെത്തി. പൂക്കോട് മേഖലയിൽ 3 പേർക്കും പുന്നയൂർ പഞ്ചായത്തിൽ 2 പേർക്കും പാവർട്ടി പഞ്ചായത്തിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. 65 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ 4 പേർക്കും ഒരുമനൂർ പഞ്ചായത്തിലെ 4 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കടപ്പുറം പഞ്ചായത്തിൽ 4, 13 വാർഡുകളിൽ ഓരോരുത്തരും, വാർഡ് 16-ൽ 2 പേരും രോഗബാധിതരായി. 68 പേരെയാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 2 പേർക്ക്. 8-ാം വാർഡിൽ 27, 33 വയസ്സുള്ള പുരുഷന്മാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂരിന് ആശ്വാസ ദിനം. നഗരസഭാ പരിധിയിൽ ഒരാൾക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അർബൻ സോണിൽ 23-ാം വാർഡിൽ 62 വയസ്സായ സ്ത്രീക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ RT-PCR പരിശോധനയിലാണ് ഇവർക്ക് രോഗം കണ്ടെത്തിയത്. പൂക്കോട്, തൈക്കാട് സോണുകളിൽ രോഗികളില്ല. നഗരസഭാ പരിധിയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളും പ്രഖ്യാപിച്ചിട്ടില്ല. ചൂണ്ടൽ പഞ്ചായത്തിനും തിങ്കളാഴ്ച ആശ്വാസ ദിനം. ഗ്രാമപഞ്ചായത്തിൽ തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്കു മാത്രം. കേച്ചേരിയിൽ 64 വയസ്സുള്ള പുരുഷനാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്തെ ട്രെയിൻ ഗതാഗതം ജനുവരി മുതൽ പതിവ് രീതിയിലേക്ക്. ആദ്യഘട്ടത്തിൽ പകുതി സർവീസുകൾ പുനരാരംഭിക്കും. 2 മാസത്തിനുള്ളിൽ മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കും. ഡിസംബറിൽ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അന്തിമാനുമതിക്ക് വിധേയമായാണ് സർവീസുകൾ നടത്തുക. കോവിഡ് പശ്ചാത്തലത്തിൽ ട്രെയിൻ അടക്കമുള്ള ഗതാഗത സംവിധാനങ്ങൾ നിർത്തിവെച്ചിരുന്നു. തുടർന്ന് ഘട്ടം ഘട്ടമായി റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നുവെങ്കിലും പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിരുന്നില്ല. ഇതാണ് നിലവിൽ പരിഹരിക്കപ്പെടുന്നത്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ ഏർപ്പെടുത്തിയിരുന്ന സമയക്രമീകരണത്തിൽ റെയിൽവേ കഴിഞ്ഞ മാസം മാറ്റം കൊണ്ടുവന്നിരുന്നു. ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റിസർവ് ചെയ്യാമെന്നതാണ് പുതിയ മാറ്റം. ഓൺലൈനിലും ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകളിലൂടെയും ഈ സേവനം യാത്രക്കാർക്ക് ഉറപ്പാക്കാവുന്നതാണ്. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം പാറയമ്പാടത്ത് സ്കൂട്ടറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. കോഴിക്കോട് ചിങ്ങത്തിൽ നെടുമ്പുറത്ത് വീട്ടിൽ മനോജിന്റെ മകൻ വിജയനാണ് പരിക്കേറ്റത്. 20 വയസ്സാണ്. ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30ഓടെയായിരുന്നു സംഭവം. കുന്നംകുളത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുവാവിന്റെ സ്കൂട്ടർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വന്ന പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ചു മറിയുകയായിരുന്നു. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമായ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമസ്കാര സദ്യയോടെ നവമി വിളക്ക് ആഘോഷിച്ചു. ചൊവ്വാഴ്ച ദശമി വിളക്ക് ആഘോഷിക്കും. ബുധനാഴ്ചയാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. കൊളാടി കുടുംബം വക സമ്പൂർണ്ണ നെയ്വിളക്കായാണ് നവമി വിളക്ക് ആഘോഷിച്ചത്. വാദ്യമേളങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത നവമി വിളക്കിൽ ഗുരുവായൂരപ്പനും പരിചാരകന്മാർക്കും നൽകുന്ന നമസ്കാര സദ്യയാണ് പ്രത്യേകത.
പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന പെരുക്കും ഇടിച്ചക്ക തോരനുമടങ്ങുന്ന നമസ്കാര സദ്യ ഉച്ചപൂജയ്ക്കാണ് ഭഗവാന് നിവേദിച്ചത്. ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായി സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ദശമി വിളക്ക് ആഘോഷിക്കുന്നത്. ദശമി ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ ക്ഷേത്രനട തുറന്നാൽ ദ്വാദശി ദിനമായ വ്യാഴാഴ്ച രാവിലെ 8:30 ക്ഷേത്രനട അടയ്ക്കുക. ചൊവ്വാഴ്ചയും ഏകാദശി ദിനമായ ബുധനാഴ്ചയും ഓൺലൈൻ ബുക്കിംഗിലൂടെ 10,000 പേരെ ദർശനം നടത്താൻ അനുവദിക്കും. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജയോടെ ദേവസ്വം നേരിട്ടാണ് വിളക്ക് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി വിവിധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും വഴിപാടായി നടത്തുന്ന വിളക്കാഘോഷത്തിന് ഏകാദശിയോടെ സമാപനമാകും. രാവിലെ 9 കിഴക്കേ നടയിൽ നിന്നും ഒരാനയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പുമുണ്ടാകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും എഴുന്നള്ളിപ്പ് നടക്കുക. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഏകാദശി സദ്യ ഉണ്ടാകില്ല. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ പഞ്ചരത്ന കീർത്തന ആലാപനവും ഗജരാജൻ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച നടക്കും. ആയിരങ്ങൾ പങ്കെടുക്കേണ്ട 2 വിശേഷ ചടങ്ങുകളും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ചടങ്ങ് മാത്രമായാണ് നടക്കുക. ആനപ്രേമികളുടെ ഹരമായിരുന്ന ഗജരത്നം ഗുരുവായൂർ കേശവൻ വിടവാങ്ങിയതിന്റെ 44-ാം വാർഷികമാണ് നാളെ. 1976 ഡിസംബർ 2 ഏകാദശി പുലർവേളയിലാണ് കേശവൻ മോക്ഷപ്രാപ്തി നേടിയത്. എല്ലാ വർഷവും ഇതിന്റെ സ്മരണ പുതുക്കി ഗജഘോഷയാത്ര നടക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങ് മാത്രമായാണ് അനുസ്മരണം നടക്കുക. ആദ്യമായാണ് കേശവൻ അനുസ്മരണം ആഘോഷമില്ലാതെ കടന്നുപോകുന്നത്. ദേവസ്വത്തിന്റെ ആനകൾ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി വന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെ കേശവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പുഷ്പഹാരം ചാർത്തും. വിദേശീയരടക്കം ആയിരങ്ങളാണ് വികാരനിർഭരമായ ചടങ്ങിന് സാക്ഷികളാകാനെത്താറ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ 2 ആനകൾ മാത്രമാണ് ചടങ്ങിനുണ്ടാവുക. നാളെ രാവിലെ 7 നടക്കുന്ന ചടങ്ങിൽ പത്മനാഭന് പകരം കൊമ്പൻ ഇന്ദ്രസനും കൊമ്പൻ ബലറാമും പങ്കെടുക്കും. പോലീസും ദേവസ്വം ജീവനക്കാരും ചേർന്ന് ആളുകളെ നിയന്ത്രിക്കും. ഏകാദശിയുടെ ഭാഗമായ ചെമ്പൈ സംഗീതോത്സവത്തിലെ പ്രധാന ആകർഷണമാണ് പഞ്ചരത്ന കീർത്തനാലാപനം. 100ഓളം സംഗീതജ്ഞർ ചേർന്ന് ത്യാഗരാജസ്വാമികളുടെ 5 ഇഷ്ടകീർത്തനങ്ങൾ 1 മണിക്കൂറോളം ആലപിക്കുമ്പോൾ ആസ്വദിക്കാനായി 100 കണക്കിന് സംഗീത പ്രേമികളാണ് തിരുസന്നിധിയിലെത്താറ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 15 പേർ മാത്രമാണ് കീർത്തനം ആലപിക്കാനുണ്ടാവുക. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 തുടങ്ങും. മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് ചെമ്പൈ സ്മാരക പുരസ്കാരം സമ്മാനിച്ച ശേഷമാണ് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങുക. ആസ്വാദകർക്കും നിയന്ത്രണമുണ്ടാകും. ഓഡിറ്റോറിയത്തിനകത്തെ ഇരിപ്പിടങ്ങൾ സാമൂഹിക അകലം പാലിച്ചാണ് ഒരുക്കുക. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി പ്രമാണിച്ച് നവംബർ 25 ചാവക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ S. ഷാനവാസ് അവധി പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾക്കും മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും ഈ അവധി ബാധകമല്ല. രാജ്യത്ത് തുടർച്ചയായ 4ാം ദിവസവും ഇന്ധനവിലയിൽ വർധന. പെട്രോൾ ലിറ്ററിന് 7 പൈസയും ഡീസൽ 19 പൈസയുമാണ് ഇന്ന് കൂടിയത്. തിരുവനന്തപുരത്ത് 83 രൂപ 53 പൈസയാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. ഡീസൽ വില 76 രൂപ 89 പൈസയായി. ഞായറാഴ്ച പെട്രോൾ ലിറ്ററിന് 8 പൈസയും ഡീസൽ 20 പൈസയും വർദ്ധിച്ചിരുന്നു. കൊച്ചിയിൽ 81 രൂപ 72 പൈസയാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. 1 ലിറ്റർ ഡീസലിന് 75 രൂപ 18 പൈസ നൽകണം. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിലുണ്ടായ SDPI DYFI സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. SDPI പ്രവർത്തകരായ തൊട്ടാപ്പ് പട്ടത്തിൽ വീട്ടിൽ ഹുസൈൻ, അഞ്ചങ്ങാടി പുളിക്കൽ വീട്ടിൽ അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് SHO അനിൽ ടീമേപ്പുള്ളി, SIമാരായ UK ഷാജഹാൻ, KP ആനന്ദ്, സീനിയർ പോലീസ് ഓഫീസർ പ്രജീഷ്, CPOമാരായ പ്രവീണ, ലൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8 കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ SDPI DYFI സംഘർഷം ഉണ്ടായത്. എരുമപ്പെട്ടി വെള്ളറക്കാട് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. കടങ്ങോട് സ്വദേശികളായ ഷിജോൺ, അതുൽ, വെള്ളത്തേരി മുളക്കലായിൽ ഷിഹാബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ദുബായ് പടിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 3 പേരെയും SKSSF പ്രവർത്തകർ കുന്നുംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ദേശീയപാത സ്ഥലമെടുപ്പിന്റെ പേരിൽ വീടുകളിൽ കയറിയിറങ്ങി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് NH ആക്ഷൻ കൌൺസിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന നിൽപ്പ് സമരം ആക്ഷൻ കൌൺസിൽ സംസ്ഥാന ചെയർമാൻ EV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ V സിദ്ദിഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. CR ഉണ്ണികൃഷ്ണൻ, ഉസ്മാൻ അണ്ടത്തോട്, KS സുകുമാരൻ, TK മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നാട്ടങ്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വികസനത്തിലൂടെ തുടർ ഭരണമുണ്ടാകുമെന്ന് പോർക്കുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ ഓമന ബാബു. വികസന വിരുദ്ധരുടെ ഭരണം അവസാനിച്ചെന്ന് മുൻ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ പ്രമോദ്. കുന്നംകുളത്ത് സംഘടിപ്പിച്ച ജനകീയം 2020 പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. സംസ്ഥാന സർക്കാരിന്റെ 4 മിഷനുകളിലൂടെ വികസനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞതായി ഓമന ബാബു പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിലൂടെ പഞ്ചായത്തിനെ ശുചിത്വ പദവി നേടിയെടുക്കാൻ കഴിഞ്ഞു. റോഡുകളുടെയും തോടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കി. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി. പച്ചക്കറി കൃഷിക്ക് ഗ്രോ ബാഗുകൾ വീടുകളിൽ വിതരണം ചെയ്തു. ലൈഫ് പദ്ധതിയിൽ 72 വീടുകൾ നിർമ്മിച്ചു നൽകി. കലശമല ഇക്കോ ടൂറിസം പദ്ധതി സർക്കാരുമായി സഹകരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അടിസ്ഥാന സൌകര്യ വികസനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. കാർഷിക വിപണന കേന്ദ്രം ആരംഭിച്ചു. കോളനികൾ കേന്ദ്രീകരിച്ച് 2 കമ്മ്യൂണിറ്റി ഹാളുള്ള ഏക പഞ്ചായത്താണ് പോർക്കുളം. ഓഫീസുകളിൽ സോളാർ വൈദ്യുതി സ്ഥാപിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനം കേരളത്തിന് മാതൃകയാക്കാൻ കഴിഞ്ഞുവെന്നത് അഭിമാന നേട്ടമാണെന്ന് ഓമന ബാബു സൂചിപ്പിച്ചു. വികസന വിരുദ്ധതയാണ് CPM ഭരണത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് അംഗമായിരുന്ന പ്രമോദ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പഞ്ചായത്ത് ഭരണസമിതി വെട്ടിക്കുറച്ചു. പഞ്ചായത്ത് ഭൂമി പല വകുപ്പുകളിലേക്ക് കൈമാറി. വിപണന കേന്ദ്രം ആരംഭിച്ച് പഞ്ചായത്ത് കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറിയിരിക്കുകയാണ്. പ്രളയവെള്ളം തടയാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പുറമ്പോക്ക് ഭൂമികൾ തിരിച്ചുപിടിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. ലൈഫ് പദ്ധതിയിൽ കേവലം 34 വീടുകൾ മാത്രമാണ് നിർമ്മിച്ചതെന്നും പ്രതിപക്ഷാംഗം പറഞ്ഞു. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ തികഞ്ഞ പരാജയമായിരുന്നു CPM ഭരണസമിതി. ലോക്ഡൌൺ കാലത്തെ കമ്മ്യൂണിറ്റി കിച്ചനെ കമ്മ്യൂണിസ്റ്റ് കിച്ചനാക്കി മാറ്റി. സോളാർ വൈദ്യുതി പ്രവർത്തനം തകർച്ചയിലാണ്. പഞ്ചായത്തിൽ കുടിവെള്ള രൂക്ഷത നിലനിൽക്കുന്നുണ്ട്. ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. പഞ്ചായത്തിൽ UDF ഭരണം വരുമെന്നും പ്രമോദ് അവകാശപ്പെട്ടു. പ്രസ് ക്ലബിൽ നടന്ന ജനകീയം 2020 തത്സമയ സംവാദത്തിൽ M ബിജുപാൽ മോഡറേറ്ററായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ മത്സര ചിത്രം തെളിഞ്ഞു. ഓരോ വാർഡിലും പോരാട്ടത്തിനിറങ്ങുന്നവരുടെ ചിത്രം വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കും. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. പ്രധാന മുന്നണികളുടെ ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പത്രിക പിൻവലിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമായത്. ചൂണ്ടൽ പഞ്ചായത്തിൽ 18 വാർഡുകളിലേക്ക് 65 പേരാണ് മത്സര രംഗത്തുള്ളത്. 215 പേരാണ് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായതോടെ 150 പത്രികകളാണ് പിൻവലിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട 3 മുന്നണികളുടെയും ഡമ്മി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പത്രിക നൽകിയവരും ഉൾപ്പെടെയുള്ളവർ പിൻവലിച്ചതോടെയാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണം 65-ലെത്തിയത്. പ്രധാന മുന്നണികൾക്ക് പുറമെ SDPI, വെൽഫെയർ പാർട്ടി എന്നീ കക്ഷികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ 11 സ്ഥാനാർത്ഥികളാണ് ചൂണ്ടൽ പഞ്ചായത്തിൽ മത്സര രംഗത്തുള്ളത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 16 വാർഡുകളിലേക്ക് 51 പേരാണ് മത്സരിക്കാനുള്ളത്. 140 പേരാണ് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. പിൻവലിക്കാനുള്ള സമയപരിധി പിന്നിട്ടപ്പോൾ 89 പേരാണ് പത്രിക പിൻവലിച്ചത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വോട്ടർമാരെ കണ്ട് വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളുമായി കളം പിടിക്കാനാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും നെട്ടോട്ടം. CCTV ന്യൂസ് കേച്ചേരി. ചാലിശ്ശേരി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ടു. 15 സീറ്റുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ 10 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ മുസ്ലിം ലീഗും 3 സീറ്റിൽ UDF സ്വതന്ത്രരുമാണ് മത്സരിക്കുന്നത്. വാർഡ് 1-ൽ ഷഹന അലി, വാർഡ് 2-ൽ വിജേഷ് കുട്ടൻ, വാർഡ് 3-ൽ റംല വീരാൻകുട്ടി, 4-ാം വാർഡിൽ സുലൈമാൻ മാളിയക്കൽ, 5-ാം വാർഡിൽ സുജിത രാജു, 6-ാം വാർഡിൽ ഫാത്തിമത്ത് സിൽജ, 7-ാം വാർഡിൽ അനൂപ്, 8-ാം വാർഡിൽ KV രത്നം, വാർഡ് 9-ൽ AV സന്ധ്യ, വാർഡ് 10-ൽ PV ഉമ്മർ മൗലവി, 11-ാം വാർഡിൽ ഹുസൈൻ പുളിയഞ്ഞാലിൽ,
12-ൽ നിഷ അജിത് കുമാർ, 13-ാം വാർഡിൽ ജോജു, 14-ാം വാർഡിൽ സാഹിറ ഖാദർ, വാർഡ് 15-ൽ വന്ദന അനിൽകുമാർ എന്നിവരാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ചാലിശ്ശേരി ഡിവിഷനിൽ നിന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയുമായിരുന്ന എൻ സാവിത്രി ജനവിധി തേടും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൗക്കോട് ഡിവിഷനിൽ നിന്ന് KB ഷംനയും ചാലിശ്ശേരി ഡിവിഷനിൽ നിന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന TK സുനിൽകുമാറും മത്സരിക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. എരുമപ്പെട്ടിയിൽ കോൺഗ്രസിന് തലവേദനയായി വിമതർ. പഞ്ചായത്തിലെ 2 വാർഡുകളിൽ കോൺഗ്രസിന്റെ 2 പ്രധാന നേതാക്കളാണ് വിമതരായി മത്സരിക്കുന്നത്. വാർഡ് 3 നെല്ലുവായ് നോർത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ജോസിന് റിബലായി INTUC സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായ CV ബേബിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് VN രാജനും നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നെങ്കിലും അവസാന നിമിഷത്തിൽ പിൻവലിച്ചു. ബേബിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ബേബിക്ക് സീറ്റ് നൽകാത്തതിൽ അതൃപ്തരാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ മീന ശലമോൻ പങ്കെടുത്തിട്ടില്ല. 14 കുണ്ടന്നൂർ സൗത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PK മാധവനെതിരായി റിബലായി മത്സരിക്കുന്നത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയായ പ്രസാദ് കുണ്ടന്നൂരാണ്. കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ 2 സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചിരുന്നു. ഇതിനെ ചൊല്ലി പ്രസാദിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നേതൃത്വവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും വെല്ലുവിളിയും നടന്നിരുന്നു. എന്നാൽ പ്രസാദ് പിന്മാറുമെന്നാണ് നേതൃത്വം അറിയിച്ചിരുന്നത്. അതേസമയം പ്രസാദ് നേതൃത്വത്തിന് വഴങ്ങാതെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചുനിന്നത് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ നഗരസഭയിൽ UDF-ലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വിരാമമായി. നഗരസഭയിലെ 43 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചിട്ടും നഗരസഭയിലെ 39, 42 വാർഡുകളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കങ്ങൾ അവസാനിച്ചിരുന്നില്ല. CMPയും കേരള കോൺഗ്രസും ഈ 2 വാർഡുകളും ആവശ്യപ്പെടുകയും കോൺഗ്രസ് നൽകാൻ തയ്യാറാകാതിരുന്നതുമാണ് തർക്കത്തിന് കാരണം. UDF-ലെ ഒന്നിലധികം പേരാണ് ഈ വാർഡുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. UDF ജില്ലാ നേതൃത്വം ഇടപെട്ട് 2 വാർഡുകളും കോൺഗ്രസിന് നൽകിയാണ് തർക്കം പരിഹരിച്ചത്. 39-ാം വാർഡിൽ സാബു ചൊവ്വലൂരും 42-ൽ സ്റ്റീഫൻ കാവീടുമാണ് സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 2 വാർഡുകളിലും LDF-നായിരുന്നു വിജയം. നഗരസഭയിലെ 3 വാർഡുകളിൽ മുസ്ലിം ലീഗും ബാക്കി 40 വാർഡുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ചാവക്കാട് നഗരസഭയിൽ റിബൽ ശല്യം UDF-ന് തലവേദനയാകുന്നു. 8, 28, 30 എന്നീ വാർഡുകളിലാണ് റിബൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. വാർഡ് 8-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബേബി ഫ്രാൻസിസിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷോബി ഫ്രാൻസിസ് ആണ് റിബലായി മത്സരിക്കുന്നത്. വാർഡ് 28-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അസ്മത് അലിക്കെതിരെ നിലവിൽ കൌൺസിലറായിരുന്ന സീനത്ത് കോയയുടെ ഭർത്താവും കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമായ കോയയാണ് മത്സരിക്കുന്നത്. വാർഡ് 30-ൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിരുന്ന T നബൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചാണ് മത്സരിക്കുന്നത്. ഒരുമനയൂർ പഞ്ചായത്തിൽ LDF-ലെ തർക്കം പരിഹരിക്കപ്പെട്ടു. ഇരുകൂട്ടരും റിബൽ ആയി നിർത്തിയിരുന്ന സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ അവസാന റൗണ്ടിൽ 45 സ്ഥാനാർത്ഥികൾ, 106 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇതിൽ 61 പേർ പിൻവലിച്ചതോടെ സ്ഥാനാർത്ഥികൾ 45ആയി വരണാധികാരി പ്രഖ്യാപിച്ചു. LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ഇതിൽ ഉൾപ്പെടും. 8-ാം വാർഡിൽ 5 സ്ഥാനാർത്ഥികളുണ്ട്. 5 വാർഡുകളിൽ സ്വതന്ത്രർ ഉൾപ്പെടെ 4 പേരും 12 വാർഡുകളിൽ UDF, LDF, NDA സ്ഥാനാർത്ഥികളായി 3 പേരാണുള്ളത്. വടക്കേക്കാട് പഞ്ചായത്തിൽ 90 സ്ഥാനാർത്ഥികളും ഡെമ്മി സ്ഥാനാർത്ഥികളുമടക്കം 140 പത്രികകൾ സമർപ്പിച്ചതിൽ 84 പേർ പിൻവലിച്ചു. 16 വാർഡുകളിലേക്കായി 24 പുരുഷന്മാരും 32 സ്ത്രീകളും ഉൾപ്പെടെ 56 പേരാണ് രംഗത്തുള്ളത്. ഇവരിൽ UDF, LDF, NDA, SDPI, വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളും പുറമെ സ്വതന്ത്രരും ഉൾപ്പെടും. വരണാധികാരി ചാവക്കാട് ADA മനോജ്, വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയും AROയുമായ സുബ്രഹ്മണ്യൻ, JS സാജൻ ജേക്കബ് എന്നിവരാണ് അന്തിമ പട്ടിക പ്രഖ്യാപിച്ചത്. UDF എരുമപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. INTUC മുൻകാല പ്രവർത്തകൻ കുട്ടൻ തേറുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷനായി. കൺവീനർ NK കബീർ, UDF പഞ്ചായത്ത് ചെയർമാൻ MK ജോസ്, ബ്ലോക്ക് സെക്രട്ടറി MA ഉസ്മാൻ, PS മോഹനൻ, ഫ്രിജോ വടക്കൂട്ട്, വിനോദിനി പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ഉമ്മർ മുക്കണ്ടത്ത് ചുമതലയേറ്റു. നിലവിലെ പ്രസിഡന്റ് വി കെ ഫസലുൽ അലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാലാണ് DCC എക്സിക്യൂട്ടീവ് മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഉമ്മർ മുക്കണ്ടത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി DCC പ്രസിഡന്റ് MP വിൻസെന്റ് ചുമതല നൽകിയത്. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കരീം കരിപ്പോട്ടിൽ, അബൂബക്കർ കുന്നംകടൻ, ശ്രീധരൻ മാകാലിക്കൽ, ഉണ്ണി അവയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചവാദ്യ വിസ്മയം തീർക്കുന്ന കലാകാരന്മാരിൽ പ്രസിദ്ധനായ മുണ്ടത്തിക്കോട് കണ്ടംകുളങ്ങര മാരാത്ത് വീട്ടിൽ ഗോപാലകൃഷ്ണൻ ഇത്തവണ കൊട്ടിക്കയറുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. തൃശൂർ, വടക്കാഞ്ചേരി, ഉത്രാളി തുടങ്ങി കേരളം കണ്ട ഏറ്റവും സുപ്രസിദ്ധമായ ഉത്സവങ്ങളിലെല്ലാം തിമിലയിൽ വിസ്മയം തീർക്കുന്ന ഗോപാലകൃഷ്ണൻ വർഷങ്ങളായി പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് എന്നും ഒരു പ്രത്യേക അകലം പാലിച്ചിരുന്നു. ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ കർത്തവ്യം കൂടി ഏറ്റെടുക്കുകയായിരുന്നു. പിതാവ് ഗോവിന്ദൻകുട്ടി മാരാരിൽ നിന്നും 13-ാം വയസ്സിലാണ് മേളവും പഞ്ചവാദ്യവും അഭ്യസിച്ചെടുത്തത്. മാതാവ് ലീലയുടെ പിന്തുണയും കരുത്തായി. കേളത്ത് കുട്ടപ്പൻ മാരാർ, അന്നമനട പരമേശ്വര മാരാർ എന്നിവരിൽ നിന്നും മികച്ച ശിക്ഷണം ലഭിച്ചു. 100-ലധികം ശിഷ്യന്മാർ കൂട്ടായുണ്ട്. കോവിഡ് കാലത്ത് മേളാരവങ്ങൾ നിലച്ചപ്പോഴും സർക്കാർ വാദ്യ കലാകാരന്മാരെ വല്ലാതെ അവഗണിച്ചുവെന്ന പരാതിയും ഈ സ്ഥാനാർത്ഥിക്കുണ്ട്. വാദ്യരംഗത്ത് 40 കൊല്ലമായിട്ട് ഞാൻ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. പ്രധാനപ്പെട്ട പൂരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഉത്രാളി പൂരം, വടക്കാഞ്ചേരി, വടക്കാഞ്ചേരി ദേശം, അങ്ങനെ അനവധി പൂരങ്ങൾ, കാവശ്ശേരി പൂരം, അങ്ങനെ അനവധി പൂരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു കൊല്ലമായിട്ട് പരിപാടിയൊന്നും ഇല്ല. കോവിഡ് കാരണം കലാകാരന്മാരെ മാത്രം സർക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നെ മാത്രമല്ല ഒരു കലാകാരന്മാരും ശ്രദ്ധിക്കുന്നില്ല. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാത്രം ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഫെബ്രുവരി അവസാനം തൊട്ട്. ഇപ്പം ഈ ഒരു കൊല്ലം പരിപാടികളൊന്നും ഉണ്ടാവില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിലെ പ്രചരണ ബോർഡുകളും ചുവരെഴുത്തുകളും നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായുള്ള കുന്നംകുളം താലൂക്ക് തല യോഗം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ചേരും. താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ ജീവയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കുന്നംകുളം എരുമപ്പെട്ടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ, പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ, KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, താലൂക്ക് പരിധിയിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് തഹസിൽദാർ അറിയിച്ചു. 1925-ൽ സ്ഥാപിതമായ വേലൂർ ഗവൺമെന്റ് രാജസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന് രാജകീയമായ കവാടം ഒരുങ്ങുന്നു. സ്കൂൾ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ PTA, SMC, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, നാട്ടുകാർ എന്നിവരെ സഹകരിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് വിദ്യാലയത്തിന്റെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാകുന്നതെന്ന് കോർഡിനേറ്ററും സ്കൂൾ പ്രിൻസിപ്പാളുമായ CF ജോൺ ജോഫി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മേരി തോമസ് നവംബർ 5-നാണ് കവാടത്തിന് തറക്കല്ലിട്ടത്. കവാട നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കേരള ലേബർ മൂവ്മെന്റ് പാലയൂർ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ പ്രസിഡന്റ് ഷാജു TJ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ അനു ചാലിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദേവാലയ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ ജോസ് PJക്ക് ഫാദർ അനു ചാലിൽ KLM-ന്റെ ഉപഹാരം നൽകി അനുമോദിച്ചു. KLM-ന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഫ്രാൻസിസ് CO, സെക്രട്ടറി റാഫി ET, ട്രഷറർ സജി ജോൺ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ബാബു PJ, ഫ്രാങ്കിൾ CF, റാഫി ET, ജോബി CK, ഫ്രാൻസിസ് CO, ബിനു താണിക്കൽ, ടൈറ്റസ് KG എന്നിവർ സംസാരിച്ചു. വഴിയിൽ നിന്നും വീണുകിട്ടിയ പണവും രേഖകളും പോലീസിന് കൈമാറി മാതൃകയായ ചാലിശ്ശേരി മാമ്പുള്ളിഞ്ഞാലിൽ വീട്ടിൽ മജീദിനെ ചാലിശ്ശേരി പോലീസ് ആദരിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO പ്രതാപിന്റെ സാന്നിധ്യത്തിൽ പേഴ്സ് ഉടമ പണിക്ക വീട്ടിൽ അനസിന് കൈമാറി. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, രതീഷ്, SI ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെയാണ് ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ഇദ്ദേഹത്തിന് പേഴ്സ് വീണുകിട്ടിയത്. പുതിയതായി വാങ്ങിയ കാറിന്റെ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിൽ സ്ഥാപിച്ചില്ലെന്ന കുറ്റത്തിന് പിഴ ചുമത്തിയ സംഭവം. വാഹന ഉടമകൾ നൽകിയ പരാതിയിൽ കാർ വിൽപ്പന സ്ഥാപനം നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ കോടതിയുടെ വിധി. കണ്ടാണശ്ശേരി സ്വദേശി വെട്ടത്ത് വലിയപുരയ്ക്കൽ ശോശാമണിയും ഭർത്താവ് VS ജവഹറും നൽകിയ പരാതിയിലാണ് കോട്ടപ്പടിയിലുള്ള ഇൻഡസ് മോട്ടോർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജരോടും പാലക്കാടുള്ള ഇൻഡസ് മോട്ടോർ കമ്പനി മാനേജിംഗ് ഡയറക്ടറോടും പിഴയടയ്ക്കാൻ തൃശൂർ ഉപഭോക്തൃ ഫോറം വിധിച്ചത്.
വാഹനത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായാൻ RT ഓഫീസിലേക്ക് പോകുന്നതിനിടെ മാവിൻചുവട് പ്രദേശത്ത് വെച്ച് വാഹന വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ കാറിന്റെ താൽക്കാലിക രജിസ്ട്രേഷൻ ശരിയായ രീതിയിലും വലുപ്പത്തിലുമല്ല പ്രദർശിപ്പിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തുകയും 2000 രൂപ പിഴ അടപ്പിക്കുകയുമായിരുന്നു. എതിർകക്ഷികൾ ശരിയായ വിധം നമ്പർ പതിച്ചു നൽകാത്തതാണ് പിഴ അടക്കേണ്ടി വന്നതെന്ന് ഹർജിക്കാർ പരാതിപ്പെടുകയായിരുന്നു. 2 സ്ഥാപനങ്ങളിലേതുൾപ്പെടെ എല്ലാ ഷോറൂമുകളിലും ഈ രീതിയിലാണ് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പതിച്ചു നൽകുന്നതെന്ന എതിർകക്ഷികളുടെ വാദം ഉപഭോക്തൃ ഫോറം പ്രസിഡന്റ് CT ബാബു, അംഗങ്ങളായ ഡോക്ടർ K രാധാകൃഷ്ണൻ നായർ, S ശ്രീജ എന്നിവർ തള്ളിക്കൊണ്ട് 5000 രൂപ പിഴയടയ്ക്കാൻ വിധിക്കുകയായിരുന്നു. ഹർജിക്കാർക്കു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. CCTV ന്യൂസ് കേച്ചേരി. പാറേമ്പാടം സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പൽ പെരുന്നാളിന് ഫാദർ സൈമൺ വാഴപ്പള്ളി കൊടി ഉയർത്തി. നവംബർ 29-30 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച വൈകിട്ട് 6 സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, വാഴ്വ്, തിങ്കളാഴ്ച രാവിലെ 7 വിശുദ്ധ കുർബാന, ധൂപപ്രാർത്ഥന, വാഴ്വ് എന്നിവ നടക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനാൽ പ്രദക്ഷിണം, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കില്ല. പ്രസിഡന്റ് ഫാദർ സൈമൺ വാഴപ്പള്ളി, സെക്രട്ടറി സണ്ണി ചെറുവത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഇടം സാംസ്കാരിക വേദിയുടെ വാർഷിക യോഗം മരത്തങ്കോട് MGM LP സ്കൂളിൽ വെച്ച് നടന്നു. ലഹരി മാഫിയയ്ക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുക, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പാസാക്കുക എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. CM അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജയൻ കടങ്ങോട്, സുബിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുബിത ഇയാൽ, സ്മിത കോടനാട്, വൈസ് പ്രസിഡന്റ് KM അക്ബർ അലി, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ജോയിന്റ് സെക്രട്ടറിമാർ MK വിശ്വംഭരൻ, സബീന ഷംസുദ്ദീൻ, ട്രഷറർ K വിജയൻ മാസ്റ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. പഴഞ്ഞി ജെറുസലേമിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളിയതായി പരാതി. ചിറ്റഴി വീട്ടിൽ പത്മാവതിയുടെ വീട്ടുപറമ്പിലാണ് വലിയ മരങ്ങളുടെ കടഭാഗങ്ങളും മണ്ണും അടങ്ങിയ മാലിന്യം തള്ളിയത്. പെട്രോൾ പമ്പിന് മുൻവശത്തെ റോഡിൽ നിന്നും പറമ്പിലേക്ക് മാലിന്യം തള്ളിയ നിലയിലാണ്. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയാണ് മാലിന്യം തള്ളിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടിൽ പത്മാവതിയും മകളുമാണുള്ളത്. സമീപത്തെ പെട്രോൾ പമ്പിലെ CCTVയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ല. വീട്ടുകാർ ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകി. നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ മാലിന്യം തള്ളിയിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. VS രാധാകൃഷ്ണൻ, PT ഗോപി, CL സൈമൺ, കർമ്മല ജോൺസൺ എന്നീ ഡയറക്ടർമാർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച മുതൽ ആവശ്യക്കാർക്ക് ഹെഡ് ഓഫീസിൽ നിന്നും കൂർക്ക ലഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് S സോമനാഥൻ പറഞ്ഞു. ആൽഫ പാലിയേറ്റീവ് കെയർ ചാവക്കാട് ലിങ്ക് സെന്ററിൽ സൗജന്യ ഫിസിയോതെറാപ്പി സേവനത്തിന് തുടക്കമായി. ഒരുമനിയൂർ മാങ്ങോട്ട് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന സെന്ററിൽ ആരംഭിച്ച ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ ഉദ്ഘാടനം സൺറൈസ് ക്ലിനിക് ഓർത്തോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് ശ്രീനിവാസൻ നിർവഹിച്ചു. ചാവക്കാട് ലിങ്ക് സെന്റർ പ്രസിഡന്റ് VK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ആൽഫ പാലിയേറ്റീവ് ട്രസ്റ്റ് കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, AV ഹാരിസ്, ഫേബിയസ് ഒരുമനിയൂർ, ഡോക്ടർ ജോസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആധ്യാത്മിക കവി ചെറവല്ലൂർ കോപ്പാശ്ശേരി താറ്റുനായർ സ്മരണവേദി ഏർപ്പെടുത്തിയ കലാപുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ചിറവല്ലൂരിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഗാനരചയിതാവ് KK ലക്ഷ്മണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നോവലിസ്റ്റ് റഫീഖ് പട്ടേരി അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മിക ആചാരാനുഷ്ഠാന സംരക്ഷണ പ്രവർത്തകൻ ജയപാൽ ശാന്തി, തഞ്ചാവൂർ ചിത്രകലാ പ്രവർത്തകൻ RV കപൂർ പാലക്കാട്, ഗ്രാമീണ കലാപ്രവർത്തകയും പാട്ടുകാരിയും കവയത്രിയുമായ വസന്ത പഴയന്നൂർ, കേരളീയ പൈതൃക കലാ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകൻ KM ഉണ്ണികൃഷ്ണൻ വടക്കേക്കാട് എന്നിവരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 5001 രൂപയും ശില്പവും പ്രശംസാപത്രവും വൃക്ഷതയും അടങ്ങിയതാണ് പുരസ്കാരം. നാടക പ്രവർത്തകൻ മനോജ് കുരഞ്ഞിയൂർ, EF ജോൺസൺ, ബാലൻ ചങ്ങരംകുളം എന്നിവർ സംസാരിച്ചു. സത്യസമസ്ത വാട്സ്ആപ്പ് ഗ്രൂപ്പ് ശൈഖുന മരക്കാർ ഫൈസി ഉസ്താദിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. സത്യസമസ്ത വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചടങ്ങിൽ ഫായിസ് ഫൈസി പാവുകോണം ദുവായ്ക്ക് നേതൃത്വം നൽകി. ഉസ്താദ് ഇർഷാദ് അഷ്റഫി പൊന്നാനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിയാസ് പൈങ്കണിയൂർ അധ്യക്ഷത വഹിച്ചു. റാഫി മാനൂർ ഗിറാദ് പാരായണം ചെയ്തു. ഹിലാൽ അസ്ലഹി ആലപ്പുഴ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ജാബിർ യമാനി പാടൂർ ദുവാ മജ്ലിസിന് നേതൃത്വം നൽകി. യഹിയ ഇയാൽ, മിഥുലാജ് എന്നിവർ നേതൃത്വം നൽകി. വിപണി ലോകോത്തര ബ്രാൻഡായ ഷൗമിയുടെ പുതിയ MI സ്റ്റോർ ഗുരുവായൂർ കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ബാബു ലോഡ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച MI സ്റ്റോറിന്റെ ഉദ്ഘാടനം ഷൗമി ടെക്നോളജി ഡിസ്ട്രിബ്യൂട്ടറും
ബ്ലൂബെറി മാനേജിംഗ് പാർട്ണറുമായ അഡ്വക്കേറ്റ് അനൂപ് കുമാരൻ നിർവഹിച്ചു. കടവല്ലൂർ VTK സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് മാനേജിംഗ് ഡയറക്ടർ റിജു രാജൻ ആദ്യ വിൽപ്പന നടത്തി. ബാബു ലോഡ്ജ് പാർട്ണർമാരായ VS വേലായുധൻ, VS രാവുണ്ണി എന്നിവർ സന്നിഹിതരായിരുന്നു. MI സ്റ്റോറിൽ MI 10 5G, Redmi 9 Prime, Redmi Note 9 Pro, MI LED TV, MI വാട്ടർ പ്യൂരിഫയർ, ട്രൂ വയർലെസ് ബ്ലൂടൂത്ത് എന്നിവ ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നവംബർ 23 മുതൽ ഡിസംബർ 31 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് MI സ്മാർട്ട് TV, MI സ്മാർട്ട് ഫോൺസ് തുടങ്ങി നിരവധി സമ്മാനങ്ങളും. MI സ്റ്റോർ ഗുരുവായൂർ, ബാബു ലോഡ്ജ് ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഈസ്റ്റ് നട, ഗുരുവായൂർ. ജനൌഷധിയുടെ പുതിയ ശാഖ വടക്കേക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ആൽത്തറ പുന്നയൂർകുളത്ത് വിശ്വഭാരതി IRMS ബിൽഡിംഗിൽ അക്ഷയ് സെന്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ജനൌഷധിയുടെ ഉദ്ഘാടനം വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ സന്തോഷ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ, പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AD ധനീബ് എന്നിവർ സന്നിഹിതരായിരുന്നു. മിതമായ വിലയിൽ അതിഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ ഇവിടെ ലഭിക്കും. ജീവിതശൈലീ രോഗങ്ങൾക്ക് പുറമെ ക്യാൻസർ, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകളും മിതമായ വിലയിൽ ലഭ്യമാണ്. എല്ലാത്തരം ഇൻസുലിനുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ, ഫേസ് മാസ്കുകൾ, സാനിറ്റൈസർ, പ്രോട്ടീൻ പൗഡർ, രോഗനിർണയ ഉപകരണങ്ങൾ എന്നിവയും വിലക്കുറവിൽ ലഭ്യമാകുന്നു. 40% മുതൽ 80% വരെ വിലക്കുറവ്. ജനൌഷധി കേന്ദ്രം വിശ്വഭാരതി IRMS ബിൽഡിംഗ്, അക്ഷയ സെന്ററിന് സമീപം, ആൽത്തറ, പുന്നയൂർകുളം. നവമാധ്യമ കാഴ്ച. മനുഷ്യന്റെ നന്മയാൽ പുതുജീവൻ ലഭിച്ച മൃഗങ്ങൾ ഒരുപാടാണ്. കാലില്ലാതെ കരയിലെ ഏറ്റവും വലിയ ജീവിയെ ആലോചിക്കാൻ പോലും സാധ്യമല്ല. ഇവിടെയാണ് മനുഷ്യന്റെ നന്മയും കരുതലും കൂട്ടാവുന്നത്. കിഴൂരിൽ നിന്നും ഗഫൂർ നൽകിയ ദൃശ്യത്തിലേക്ക്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4690 രൂപ, വാങ്ങുന്ന വില 4680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. പുതുരുത്തി ചിറക്കൽ വിജയൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം പള്ളം ശാന്തിതീരത്ത് നടന്നു. ഉഷയാണ് ഭാര്യ. ധന്യ, നിത്യ, വർഷ എന്നിവർ മക്കളാണ്. ചെമ്മണ്ണൂർ കോതോട്ട് ശ്രീധരൻ മകൻ സുധീർ നിര്യാതനായി. 46 വയസ്സായിരുന്നു. തൃശൂർ മഹീന്ദ്രയിലെ ജനറൽ മാനേജറാണ് പരേതൻ. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. തങ്കമണിയാണ് മാതാവ്. ഹിൽഡ ഭാര്യയും അലൻ, അഗ്നേയ് എന്നിവർ മക്കളുമാണ്. ആറ്റത്ര ആളൂർ കിഴക്കൂട്ട് ലൂവിസ് ഭാര്യ റോസി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജെയിംസ്, ജോയ്സി, ജോയ്, ജീന, ജെന്നി എന്നിവർ മക്കളാണ്.
ഗുരുവായൂർ പടിഞ്ഞാറേ നട മല്ലിശ്ശേരി പറമ്പിൽ പടിഞ്ഞാറേപുരയ്ക്കൽ ശ്രീധരൻ നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സരസ്വതിയാണ് ഭാര്യ. സന്ധ്യ, സിന്ധു എന്നിവർ മക്കളാണ്. കുന്നംകുളം ചെമ്മണ്ണൂർ പാനപ്പറമ്പിനടുത്ത് ചെമ്മണ്ണൂർ കുഞ്ഞുമോൻ ആശാരി ഭാര്യ ദേവകി നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജൻ, ചന്ദ്രിക, രാമചന്ദ്രൻ, സരോജ, അനിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. നാട് നാട്ടംഗത്തിന്റെ ആവേശത്തിൽ. പലയിടത്തും വിമതർ പത്രികകൾ പിൻവലിക്കാത്തത് നേതൃത്വത്തിന് തലവേദനയാകുന്നു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച. ആയിരങ്ങൾ പങ്കെടുക്കേണ്ട 2 വിശേഷ ചടങ്ങുകളും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ നടക്കുന്നത് ചടങ്ങ് മാത്രമായി. ചാവക്കാട് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിലുണ്ടായ SDPI DYFI സംഘർഷം. 2 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. മറ്റു പ്രതികൾക്കായി ഊർജിത അന്വേഷണം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 3757 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ 20 പേർക്ക് കോവിഡ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം.